ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പോയി കാണാൻ പറ്റിയ കിടിലം സ്പോട്ടുകളിൽ ഒന്നാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിലൊരു വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് ഗായ്സ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടാവയ്ക്കൽ വാട്ടർഫോൾസിലാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ട്രിവാൻഡ്രം ഈസ്ഫോർട്ടിൽ നിന്ന് 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ താവയ്ക്കൽ വാട്ടർഫോൾസിലെത്താം. വിതുരയിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. നിങ്ങൾ പൊന്മുടിയിലേക്ക് പോകുന്നവർക്ക് ഈ വെള്ളച്ചാട്ടം ഒരു ബോണസ് തന്നെയാണ്. മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ കുഞ്ഞൻ വെള്ളച്ചാട്ടം കാണാനായി നിരവധി പേരാണ് ഇവിടെ വന്നു പോകുന്നത്. കുഞ്ഞൻ വെള്ളച്ചാട്ടമാണെങ്കിലും വലിയ അപകടം പതിയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത്. ഗൈസ്, അതുപോലെ വന്നിറങ്ങുന്ന സ്ഥലത്ത് ഇതുപോലൊരു മരമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ഇതിങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെയോ ഈ ഒരു ഷേപ്പ് പോലെയൊക്കെ ഇങ്ങനെ തോന്നില്ലേ? അതാ നല്ല ഭംഗിയുണ്ട് ഈ മരം ഇങ്ങനെ വന്ന് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ കയറി ഇരിക്കാം കേട്ടോ. ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാം. കുറച്ച് വെയിലുണ്ട് കേട്ടോ. ഉച്ച സമയമാണ് കേട്ടോ ഇപ്പോൾ. ഇവിടേക്ക് വന്ന പാടെ കണ്ട കാഴ്ച ഇതാണ്. വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നു. ആഹാ, മീൻ പിടിക്കാൻ ഞാനും അവരോടൊപ്പം കൂടി. കുഞ്ഞു കുഞ്ഞു മീനുകളാണ് വലയിൽ കുടുങ്ങിയത്. നല്ല ഒഴുക്കായതുകൊണ്ട് മീൻ കിട്ടാൻ പാടാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. സംസാരത്തിനിടെ അവർ അവിടെ നടന്ന അപകടങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഇതെന്തിനൊന്ന് കാണിച്ചു തരോട്ടാ വീഡിയോയിൽ. പരളല്ലേ? ഗൈസ്, വാട്ടർഫോൾസിലോട്ടുള്ള വഴി കുറച്ച് പാടാണ്. കാരണം ഓഫ് റോഡാണ് കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. പക്ഷെ മാപ്പിൽ കൃത്യമായിട്ട് കറക്റ്റ് ലൊക്കേഷനാണ് മാപ്പിൽ. അപ്പോൾ നിങ്ങൾ മാപ്പ് നോക്കി നേരെ ഇങ്ങ് വന്നാൽ മതി. കറക്റ്റായിട്ട് നിങ്ങളിവിടെ കൊണ്ടെത്തിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മാപ്പ് നോക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, മാപ്പ് നോക്കി ധൈര്യമായിട്ട് വരാം. ഗൈസ്, അതുപോലെ ഇതൊരു ബലി ഇടുന്ന ഒരു സ്ഥലമാണ്, ബലിക്കടവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഇങ്ങനെ ഒരു പടവുകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിങ്ങനെ വന്നിട്ട് സ്റ്റെപ്പ് കണക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബലിയിടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗൈസ്, അതുപോലെ ഇവിടെ കുളിക്കുക ഇറങ്ങുന്നതിൻ്റെ കാര്യം വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് ഇവിടെ കുളിക്കുക ഇറങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ റിസ്കിൽ മാത്രം നിങ്ങൾ ഇറങ്ങുക കേട്ടോ. ഞാൻ ഒരിക്കലും പറയില്ല ഇറങ്ങാനായിട്ട്, ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഒരുപാട് അപകടങ്ങൾ നടത്തിയിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് വരെ അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാനേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഇവിടെ ചാടി ഇറങ്ങാനൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് പിള്ളേരെ കുളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. അവർ സേഫായിട്ട് കുളിച്ചിട്ട് പോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗൈസ്, റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇറങ്ങരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളും ഉണ്ട്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. നമുക്ക് അവിടുന്ന് നേരെ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടൻ്റെ സൈഡിലൂടെ ചെറിയൊരു പാറക്കെട്ടുണ്ട് കേട്ടോ. ആ പാറക്കെട്ടിലൂടെ കയറി കഴിഞ്ഞാൽ കുറച്ചൊരു ഹൈറ്റിൽ നിന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പം നമുക്ക് ആ ഹൈറ്റിലോട്ട് ഒന്ന് കയറാം കേട്ടോ.
ഗൈസ്, അപ്പോൾ ഇതാണ് ആ പാറക്കെട്ട്. ഇതിലൂടെ നമുക്ക് മുകളിലോട്ട് കയറാം. വളരെ സൂക്ഷിച്ച് കയറുക. ചെറിയൊരു ഹൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാം. നമ്മൾ ആ പടികൾ കയറി നേരെ ചെന്ന് എത്തുന്നത് ഇവിടെയാണ് കേട്ടോ. ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഗൈസ്, മഴ ആയതുകൊണ്ടാണ് നമ്മുടെ വെള്ളത്തിന് ഇത്രയും ഫോഴ്സ് കേട്ടോ. കാരണം നിറഞ്ഞൊഴുകുകയാണ്. അത്രയ്ക്കും അടിയൊഴുക്കുണ്ട് കേട്ടോ. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ദേ കണ്ടോ, എൻ്റെ തൊട്ടടുത്ത് ഈ വെള്ളച്ചാട്ടമാണ്. നല്ല കണ്ണാടി പോലെയുള്ള വെള്ളവും നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും കൂടി ആയപ്പോൾ മനസ്സും ശരീരവും ഒന്ന് ഉണർന്നു. ഗൈസ്, ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് ഒരു കുഞ്ഞൊരു അമ്പലം വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി കറങ്ങി ഈ നദിയൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയി ഒക്കെ പോകണം. ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. കുഴപ്പമില്ല, ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അമ്പലം അറിയാൻ പറ്റും. കുഞ്ഞൊരു അമ്പലം, നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് പയ്യന്മാരെ കണ്ടു കേട്ടോ. അവർ ഇവിടെ ഉള്ളതാണ്. അവരിങ്ങനെ ഈ സൈഡിലായിട്ട് അവിടെ സേഫാണ് കേട്ടോ. ഈ സൈഡിൽ സേഫാണ്. അപ്പോൾ അവരങ്ങനെ നീന്തുന്നുണ്ട്. അതുപോലെ മീനൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ പിടിച്ച് വൈബാണല്ലേ. നമുക്ക് സമയം പോകും. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരും അതാണ് പറഞ്ഞത്, ചേട്ടാ സമയം പോകാനാണ്. അപ്പോൾ എനിക്കെൻ്റെ പഴയ കാലത്തോട്ടൊക്കെ നമ്മൾ ഈ ചിറയിലൊക്കെ പോയി നീന്തുന്നതും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. നമ്മളവിടെ ഒരു ചിറയുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ പയ്യന്മാരായിട്ടൊക്കെ അവിടെ പോയി സേഫാണ്. അപ്പോൾ അവിടെ പോയി നീന്തൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അവർ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന വരുന്ന ക്ലാസ്സിൽ പോയില്ല. ക്ലാസ്സിൽ പോകാതെ ഇവിടെ നിന്ന് ഇതൊക്കെ അങ്ങ് എൻജോയ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു അസൂയ തോന്നി ഗൈസ്. അത്രേ ഉള്ളൂ. മീൻ പിടിച്ച് ഒരു കുഞ്ഞു കുപ്പിയിലാക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള മീനുകൾ. നെഞ്ചിലൊരു തോർത്ത് കെട്ടി ഒരുമയോടെ അവർ മീൻ പിടിക്കുന്ന കാഴ്ച ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. അപ്പോൾ ഞാൻ മുകളിലോട്ട് വന്ന സമയത്താണ് ഇവരെ കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല പയ്യന്മാരാണ്. എനിക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കമ്പനിയായി. അപ്പോൾ ഇവരിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവരിവിടെ സൈഡിൽ മീനൊക്കെ പിടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു അസൂയ തോന്നി. പേര് പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. റിജോ എന്നാണല്ലേ പേര്? റിജോ, റസൽ, ആസിഫ്. അപ്പോൾ ആസിഫൊക്കെ ഭയങ്കര നീന്തലായിരുന്നു കേട്ടോ സൈഡിൽ കിടന്നത്. അതുപോലെ മീനൊക്കെ പിടിച്ചവരിങ്ങനെ എൻജോയ് ചെയ്യാണ്. എടാ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ അസൂയ തോന്നി കേട്ടോ. കാരണം നമ്മൾ ഈ പണ്ട് നിങ്ങളുടെ പ്രായത്തിലൊക്കെ നമ്മളെ വീട്ടിനടുത്ത് ചിറയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളും പയ്യന്മാരുമായിട്ടൊക്കെ ഇതുപോലെ പോയി മീനൊക്കെ പിടിച്ച് നീന്തലൊക്കെ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അസൂയ തോന്നി. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ നല്ല പിള്ളേരാണ് കേട്ടോ അവർ. എടാ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വിതുര സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? പ്ലസ് 1 അല്ലേ? പ്ലസ് 1. ഒരാൾ പ്ലസ് 1, ഒരാൾ പ്ലസ് 2, ഒരാൾ 8ാം ക്ലാസ് അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ താവയ്ക്കൽ വാട്ടർഫോൾസ്. ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്, വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിമനോഹരമാണ്. ഇവിടെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഇവിടെ വരിക, നിങ്ങളും എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.